ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കായ അവിയലാണേ. അതിനായിട്ട് ഞാൻ ദേ 2 ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂട്ടത്ത് ഞാൻ എടുക്കുന്നത് 2 ചേമ്പ് മുട്ടയും കൂടെയാണ്. അതും നമുക്ക് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ദേ കായ ഇതേപോലെ നീളത്തിലരിഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ചേമ്പ് മുട്ടയും ക്ലീനാക്കി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് അവിയലിൻ്റെ അരപ്പും കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ അരപ്പിനായിട്ട് ഞാൻ കുറച്ച് ചിരകിയ തേങ്ങയും പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് അടച്ച് വേവിക്കാം. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ദേ നമ്മുടെ അവിയൽ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി വീത്തി പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആവുന്നതാണ്. ഒന്ന് മിക്സ് ചെയ്തിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഞാനിത് ഇവിടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മുടെ അവിയൽ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ ദേ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.